പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ യോഗ്യനാക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് വാൾഡിൻ. ഇതെൻ്റെ ഭാര്യ ഹാംലെറ്റ്സ്. ഞങ്ങൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള നീരോടി എന്ന് പറയുന്ന ഇടവകയിൽ നിന്നുമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരി. അവൾ വന്നിട്ട് വളരെ ദൂരത്ത് ആണ് ജോലി ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു സ്കൂളിലെ അധ്യാപകനാണ്. എൻ്റെ സ്കൂളിൽ എന്നെ കാണാൻ വന്നിട്ട് എനിക്കൊരു പത്രം കൊണ്ടുവന്ന് തന്നു, കൃപാസന പത്രം തന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, ഞങ്ങളൊക്കെ അന്യരാണ്, നിങ്ങൾ അമ്മയുടെ സ്വന്തം മക്കളാണ്, നിങ്ങൾക്ക് അവിടെ ചെന്നാൽ അനുഗ്രഹങ്ങൾ വാരിക്കോരി അമ്മ ചൊരിയും എന്ന് പറഞ്ഞിട്ട് പത്രം തന്നേച്ചും പോയി. അന്ന് രാത്രിയായപ്പോഴേക്കും സ്കൂളിൽ നിന്ന് വീട്ടിൽ പോയി ഉടനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു പത്രം കിട്ടിയത്, നമുക്ക് എങ്ങനെയും കൃപാസനത്തിൽ പോകണം. അതിനു മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. കൃപാസനം എവിടെയെന്നറിയില്ല, എങ്ങനെ വരണമെന്നറിയില്ല, ഒന്നുമേ അറിയില്ല. ഉടനെ തന്നെ അടുത്ത ദിവസം അടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ സെൻ്ററിൽ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാനും മക്കളും വീട്ടിൽ നിന്ന് രാത്രി 1 മണിക്ക് തിരിച്ചു. ട്രെയിനിൽ ആട്ടോ പിടിച്ച് വന്ന് ട്രെയിനിൽ വന്ന് ഇവിടെ 7 മണിക്ക് മുമ്പ് ഇവിടെ എത്തി. ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ചെന്നപ്പോഴേക്കും ഞങ്ങൾക്ക് 2 പേർക്ക് എടുക്കാൻ പറ്റില്ല, ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് 3/5/2022 ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഉടമ്പടി എന്ന് പറയുന്നത് ജീവിത അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു ഏണിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം നമ്മളുടെ ജീവിത രീതികൾ മുഴുവനുമായിട്ട് അങ്ങനെ മാറും. നമ്മൾ ആയിരുന്ന അവസ്ഥയിൽ നിന്നും ഒരു പുതിയ അനുഭവത്തിലോട്ട് നമ്മൾ കടന്നു വരും. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയായി മാറുന്നത് ഒരു ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോഴാണ്. അങ്ങനെ ഈ ഉടമ്പടി എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി. ജീവിത മേഖലകളിൽ, കുടുംബത്തിൽ, എവിടെ നോക്കിയാലും ഒരു സമാധാനം, സംതൃപ്തി, ഒന്നിനും ഒരു ഭയമില്ല, ഒരു പ്രയാസമില്ല. ജീവിതത്തിൽ എന്തൊക്കെയോ ഉണ്ട്, ആരൊക്കെയോ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു തോന്നലും ഒരു കരുതലും അതൊക്കെ നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധനകളിലൂടെയാണ്. ഓരോ ആഴ്ചകളിലും ആരാധനകൾ കൂടുമ്പോൾ നമ്മൾ ഒരു ബൂസ്റ്റ് കിട്ടിയതുപോലെ നമ്മൾ ശക്തി പ്രാപിക്കുന്നു കൂടുതൽ. ഇനി ഞാൻ എൻ്റെ സാക്ഷ്യത്തിലോട്ട് വരാം. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 3/5/2022 അപ്പോൾ വരുമ്പോൾ ഒരു നിയോഗവുമില്ല, ഒന്നുമേ ഇല്ല. എന്തെന്നറിയില്ലല്ലോ. ഇവിടെ വന്നിട്ടാണ് നിയോഗം എന്തെന്നുള്ളതിനറിയാം. നിയോഗം എഴുതി വെച്ചു. നിയോഗം നമ്മൾ എഴുതുന്നതിലല്ല പ്രാധാന്യം. നിയോഗം നമ്മൾ എഴുതിയാലും പരിശുദ്ധ അമ്മയ്ക്ക്, തിരുക്കുമാരനറിയാം നമുക്ക് എന്താണ് ആവശ്യമെന്നുള്ളത്. നമുക്ക് എന്താവശ്യമോ അത് അതാത് സമയങ്ങളിൽ കൃത്യമായിട്ട് നടക്കും. അങ്ങനെ എനിക്ക് ഇവിടെ ഉടമ്പടിക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു 5 വർഷത്തോളം കുറുക്കിന് ഭയങ്കരമായിട്ടുള്ള ഒരു ബാക്ക് പെയിൻ. അപ്പോൾ ഞങ്ങൾ അവിടെ ഹിംസ് ആശുപത്രിയിലാണ് പോയത്. ആശുപത്രിയിൽ പോയി അവിടെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, L4 എന്ന് പറയുന്ന ഡിസ്ക് കുറച്ചൊക്കെ തള്ളി നിൽക്കുകയാണ്, അതിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിച്ച് നിൽക്കുന്നുണ്ട്, മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 മാസത്തോളം മരുന്ന് കഴിച്ചു. ഒരു കുറവുമില്ല. ഇതേപോലെ നിൽക്കാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ കാല് വന്നിട്ട് കഴിക്കും, മരവിച്ച് വരും, പിന്നെ അവിടെ ഇരിക്കണം. അങ്ങനെ ഒരു അവസ്ഥയാണ്. മരുന്ന് കഴിച്ചിട്ട് ഒരു മാറ്റവുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് 2 ആഴ്ച കൂടെ ഒരു മരുന്ന് കഴിക്കാം, മാറ്റിത്തരാം. അങ്ങനെ 2 ആഴ്ചത്തേക്ക് വീണ്ടും വേറെ മരുന്ന് മാറ്റി തന്നു. അതിലും ഒരു ഇതുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഇതിൽ സർജറി അല്ലാതെ വേറെ ഒന്നുമേ ഇല്ല. അപ്പോൾ കുറുക്കിൽ നട്ടലിൽ സർജറി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതൊരു പ്രയാസമായി, സർജറി വേണ്ട. അപ്പോൾ അങ്ങനെ നിർത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വന്നിട്ട് SCT ചിത്രയിലോട്ട് ഞാൻ റെഫർ ചെയ്യാം, നിങ്ങൾ അവിടെ പോയി സർജനെ കാണുക എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ പോയില്ല.
പോയാൽ തീർച്ചയായിട്ടും സർജറി നടത്തും. പോയില്ല, നേരെ പോയത് ഹോമിയോ ഡോക്ടറെയാണ് പോയി കണ്ടത്. അങ്ങനെ ഹോമിയോ ഡോക്ടറുടെ അടുത്ത് ഒരു 6 മാസത്തോളം ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുത്തു. ഒരു കുറവുമേ ഇല്ല. അത് അങ്ങനെ തന്നെ അതേപടി തന്നെ ഇരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്ത്, ആയുർവേദ മരുന്ന്, അത് 1 വർഷം ആയുർവേദ മരുന്നെടുത്ത്, അതിലും ഒരു കുറവുമില്ല. ഇങ്ങനെ മരുന്നുകൾക്ക് ഒരു കുറവുമില്ല, എന്ന രോഗത്തിനും ശമനമില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്നത്. അപ്പോഴേ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം മരുന്നുകളെല്ലാമേ മാറ്റിവെച്ചിട്ട് ഉടമ്പടി വസ്തുക്കളായ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും എല്ലാ ദിവസവും മരുന്നിന് പകരമായിട്ട് അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വിശുദ്ധ തൈലം രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പും ആ ബാക്ക് പെയിനുള്ള ആ സ്ഥലത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളത് വിശുദ്ധ വസ്തു പുരട്ടുമായിരുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് ഉണ്ടായിരുന്ന ആ ഒരു ഫീലിങ്ങേ ഇല്ല, ഓർമ്മയേ ഇല്ല. ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഉണ്ടായിരുന്നെന്നുള്ള ഒരു ഓർമ്മ പോലുമില്ല. മുഴുവനുമായിട്ട് അത് മാറിയിരിക്കുന്നു. അങ്ങനെ പിന്നീട് ഞങ്ങൾ ഇതുവരെയും ഏകദേശം ഇപ്പോൾ 3 വർഷത്തിന് മുകളിലായി, ഇതുവരെയും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇതുവരെ വന്നിട്ടുമില്ല. ഒരു കാലിലൊരു വേദനയായിട്ട് ഇതുവരെയും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുമില്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ ഉടമ്പടി വസ്തുക്കളിലൂടെ പരിശുദ്ധ അമ്മ വഴിയായിട്ട് പുത്രൻ തമ്പുരാൻ തന്ന അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് 20 വർഷത്തിന് മുകളിലായിട്ട് സീസണിൽ വരുന്നത് പോലെ മഴ സമയം വരുമ്പോഴൊക്കെ ജലദോഷം, ഈസ്നോഫിലിയ ഇങ്ങനത്തെ രീതിയിൽ അങ്ങനെ കടന്നു പോകും. അത് ജലദോഷത്തിന് ഒരു മാറ്റമെന്നുള്ളതില്ല, തുടർന്ന് അങ്ങനെ നിൽക്കും. തീരും, അടുത്ത ആഴ്ച വീണ്ടും തുടങ്ങും, അത് തീരും, അങ്ങനത്തെ രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം 20 വർഷത്തിന് മുകളിലായിട്ടുണ്ടായിരുന്നതായ ആ അലർജിയുടെ അസ്വസ്ഥതകൾ പൂർണ്ണമായും മാറി. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം, ഞാൻ ഉടമ്പടി എടുത്തത് 11/5/2024 ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെയും അങ്ങനെയുള്ള ഒരു അസ്വസ്ഥത ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദികൾ അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായിട്ട് തമിഴ്നാട്ടിൽ വന്നിട്ട്, കേരളത്തിൽ വന്ന് KTET തമിഴ്നാട്ടിൽ TNTET എന്ന് പറയുന്ന ഒരു എക്സാമാണ്. അത് 3 വർഷം തുടർച്ചയായിട്ട് എഴുതിയതാണ്. ഞാനല്ല, എൻ്റെ വൈഫാണ്. 3 വർഷം തുടർച്ചയായിട്ട് എഴുതിയിട്ടുമേ മുഴുവനും പഠിച്ച് ഫുള്ളായിട്ട് എല്ലാ ദിവസവും പഠിക്കും, അതിന് ട്രെയിനിങ് ക്ലാസ്സിന് പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് പരിശീലനത്തോടു കൂടി പോയപ്പോഴേ 3 വർഷവും ഫെയിലായി, മാർക്ക് വളരെ കുറവായിരുന്നു. എന്നാലിപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന എക്സാമിന് ബുക്ക് ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല. ചോദിച്ചാൽ പറയും ഇത് നമ്മുടെ കഴിവല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ആ ഒരേ ഒരു വാക്ക് അങ്ങനെ അമ്മയിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ട് 2 മാസത്തിന് മുമ്പ് നടന്ന എക്സാം എഴുതാനായിട്ട് പോയി. എക്സാം എഴുതുന്ന അവസരത്തിൽ ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് അത് ആൻസർ ചെയ്യാനായിട്ട്, ഇപ്പോൾ അവൾ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നും ഇതാണ് ആൻസർ എന്നുള്ള ഒരു പ്രചോദനം ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ആൻസർ കറക്റ്റായിട്ട് ചെയ്തു. 75 മാർക്കാണ് അവിടെ പാസ് മാർക്ക്. എന്നാൽ 84 മാർക്ക് നൽകി പരിശുദ്ധ അമ്മ വളരെയധികം ഒരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത്. അടുത്തതായിട്ട് ജീവിത പങ്കാളിക്ക് തന്നെ പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് അത് അങ്ങനെ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു ഇതേ ഇല്ല, അത്രയ്ക്കും വളരെ മുഴുവനുമായിട്ടത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞു, ഉടമ്പടി എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്, സ്വർഗത്തിലേക്കുള്ള ഏണിയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഉടമ്പടിയിൽ കടന്നു വന്നതിന് ശേഷമാണ് കൂദാശ ജീവിതം മുഴുവനായിട്ട് അത് പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിച്ചത്. 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ കുമ്പസാരിക്കുക, എല്ലാ ദിവസവും ആദ്യ കുർബാനയിൽ പങ്കെടുക്കുക, കുർബാന സ്വീകരിക്കുക, ഇങ്ങനെ ജീവിത ശൈലി തന്നെ
ഉടമ്പടിക്ക് ശേഷം അങ്ങ് മാറി. പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ് അതിനുശേഷം മുഴുവനായിട്ട്. കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായാലും എന്ത് ആയാലും അതിന് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ നൽകി ഞങ്ങളെ അനുദിനം കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ സ്നേഹമാണ് ഞങ്ങൾ ഉടമ്പടിയിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ അമ്മയെയും തിരുക്കുമാരനെയും കാണുവാനിടയായി. അത് കണ്ടതിന് ശേഷം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ, പ്രാർത്ഥനാ ജീവിതത്തിലും കൂദാശ ജീവിതത്തിലും മുഴുവനും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. അതേപോലെ സുഗന്ധാഭിഷേകം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഗന്ധാഭിഷേകം വരിക, അത് ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാനത് അത്രയ്ക്കും വിശ്വസിച്ചിട്ടില്ല. എന്നാൽ അത് അനുഭവത്തിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പരിശുദ്ധ അമ്മ എന്തുമാത്രം നമ്മളോട് കരുതലുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ പത്രങ്ങൾ ഞങ്ങൾ വാങ്ങിച്ച്, ഞങ്ങൾ കുടുംബം മുഴുവനുമേ ഉടമ്പടി ജീവിതത്തിലാണ് നയിക്കുന്നത്. പത്രങ്ങൾ വാങ്ങിച്ച് തമിഴ്നാട്ടിൽ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്ന എത്ര ദൂരത്തിൽ പോകാൻ പറ്റുമോ അവിടേക്കെല്ലാം പത്രങ്ങൾ കൊണ്ട് കൊടുക്കും. പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ ചിലർ ഉടമ്പടി എടുത്തിട്ട് പത്രങ്ങൾ കൊണ്ട് ഇട്ടിട്ട് പോകും. അതെല്ലാം പിറക്കി എടുത്ത് അതിനെയും കൊണ്ട് കൊടുക്കും. ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നു. അടുത്ത കാരുണ്യ പ്രവൃത്തികളാണെങ്കിൽ അവിടെ പൊതിച്ചോറ് കെട്ടി ആഴ്ചയ്ക്ക് ഒരിക്കൽ ഞങ്ങൾ കൊണ്ട് കൊടുക്കുമായിരുന്നു. ആശുപത്രികൾ സന്ദർശനം, രോഗി സന്ദർശനം, പിന്നെ വൃദ്ധസദനങ്ങൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരവും മരുന്ന് എന്നിവ എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയും ഉടമ്പടി വിശുദ്ധ വസ്തുക്കളും ജീവിതത്തിൽ ഒരിക്കലും ഏത് പ്രതിസന്ധി വന്നാലും ഞങ്ങൾ ഈ ഉടമ്പടി ജീവിതത്തിൽ നിന്നും ഒരിക്കലും പിന്മാറുകയില്ല എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഈ ഉടമ്പടി സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 15-ാം തിരുവചനം അരുളി ചെയ്യുന്നു: ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. ഇവിടെ വാൽഡിൻ എന്ന മകനും ഭാര്യയും ഉടമ്പടി അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ കൃപാസനത്തിലേക്ക് വരുന്നത് എങ്ങനെ? ഒരു കൃപാസന പത്രം കിട്ടി. ദൂതന്മാർ പറഞ്ഞതുപോലെ ഇതെന്താണെന്നൊന്ന് നമുക്കറിയാം, നമുക്കൊന്ന് പോയി കാണാം. അങ്ങനെ അവർ ആ കൃപാസന പത്രം കിട്ടിയ ഉടനെ കൃപാസനത്തിലേക്ക് വരികയാണ്. നമ്മിലും എത്രയോ പേര് ഇതേപോലെ ഒരു കൃപാസന പത്രം ആരെങ്കിലും തന്നിട്ട് ആ കൃപാസന പത്രം ലഭിച്ചതുവഴി പരിശുദ്ധ അമ്മയുടെ കൈ നമ്മുടെ അടുത്തേക്ക് നീണ്ടുവരികയാണ്. അതുവഴി നാം ഇവിടെ എത്തിയവരുണ്ടാകാം. നാം കൊടുത്ത കൃപാസന പത്രത്തിലൂടെ വന്ന എത്രയോ വ്യക്തികളുണ്ടാകാം. അപ്പോൾ പിന്നീട് കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് പോയി കാണാം എന്ന് ദൂതന്മാർ പറയുകയും പിന്നെ അവരുടെ ജീവിതത്തിൽ ദൂതൻ അവരോട് പറഞ്ഞതെല്ലാം അവർ പിന്നെ മറ്റുള്ളവരെ അറിയിക്കുകയാണ്. എങ്ങനെയാണ് തങ്ങളോട് ദൂതൻ സംസാരിച്ചത് എന്നുള്ളത്. ഇന്ന് ഈ കുടുംബം ഇവിടെ നിന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ അവർ ഉച്ചസ്ഥിരം ഉദ്ഘോഷിക്കുകയാണ്, ഞങ്ങൾക്ക് പറയാതിരിക്കാനാവില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചത് അത്രയേറെ കരുതലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി വഴി ഈശോ ഞങ്ങൾക്കായി നീട്ടിത്തന്നിരിക്കുന്നതെന്ന്. സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് ഉടമ്പടി എന്ന് പറഞ്ഞാണ് വാൽഡിൻ എന്ന ഈ മകൻ തൻ്റെ സാക്ഷ്യം തുടങ്ങുന്നത് തന്നെ. ഇതൊക്കെ ഓരോരുത്തർക്കും കിട്ടുന്ന ബോധ്യങ്ങളാണ്. നാം ഇവിടെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതല്ല, നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഉടമ്പടി ധ്യാനത്തിലൂടെ അത്രയേറെ ആഴപ്പെട്ട ഒരു ഓരോ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് നാം ഓരോരുത്തരും മാറുകയാണ്. ക്രൈസ്തവ ജീവിതം എന്നാൽ എന്താണ്, ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം, ഇത് മാത്രമാണ് ഇന്ന് ഈ മകൻ ഇവിടെ പങ്കുവെച്ചത്. അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങൾ വർഷങ്ങളായിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാറുന്നത് എന്തേ? നമുക്ക് ഇന്ന് നാമും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ, നമുക്കും ഇത് കിട്ടണ്ടേ? നമുക്കിവിടെ ഇരുന്ന് തീഷ്ണതയോടെ ഓർക്കാം, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ
കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ഒത്തിരിയേറെ ഊർജ്ജസ്വലതയോടെ ചെയ്ത് മടിച്ചല്ല, ഇതെൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് എന്നുള്ള ഒരു തീഷ്ണതയോടെ നമുക്ക് ഓടി നടക്കാം. അങ്ങനെ കർത്താവിനെ നേടുന്നവരാകാം, കർത്താവിനെ കൊടുക്കുന്നവരാകാം. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.